ഹായ്, ഞാൻ ഇന്നുള്ളത് പുത്തനത്താണി അതിരുമട പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ആയുഷ്ഭദ്രയിലാണുള്ളത്. മലബാർ ആയുഷ്ഭദ്ര വെൽനസ് സെൻ്റർ ആണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. വരാൻ കാരണം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് എന്തിയാ പെട്ടെന്ന് വന്നതെന്നൊക്കെ. അപ്പോൾ ആൾക്കൊരു ബാക്ക് പെയിൻ ആയിട്ട് വന്നതായിരുന്നു. വീഴാൻ പോയപ്പം അങ്ങനെ ഊരൊക്കെ ഒരു ചെറിയൊരു നെട്ടലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഉപ്പൻ്റെ ഒരു റിലേറ്റീവ്സാണ് ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞത്. അങ്ങനെ ഇവിടെ വന്ന് നമ്മൾ കാണിച്ചിട്ട് ആൾക്ക് ആ ഒരു ബാക്ക് പെയിൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം അന്നൊന്നും നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ലായിരുന്നു, വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മളിവിടെ വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെ സ്റ്റേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള ആൾക്കാരോടൊക്കെ ഒന്ന് ചോദിക്കാം. വാ. അപ്പോൾ നമ്മൾ ഈ ഉമ്മനോട് ചോദിക്കാം കേട്ടോ. അമ്മ എന്ന് വന്നത് അവിടെ? 4 ദിവസമായി വന്നത്. എന്നാ എന്ത് പറ്റിയതാ? വീണതാണ്. എന്നാ എന്നിട്ട് എന്താ പറ്റി? വീണിട്ട് ഇവിടെ എടുത്ത ഭാഗം എനിക്ക് ഗന്ധിച്ചത് കൊണ്ടെന്ന് പറഞ്ഞ് എക്സർ എടുത്തപ്പോൾ വിസയിലൊക്കെ പോയിട്ട് ഇവിടെ ഉണ്ട് ഇങ്ങനെ ഒരു കുരുക്കള്. അപ്പൊ അവിടെ നിങ്ങൾ പോയിക്കോളി, ആസ്പത്രിയിൽ പോണക്കാണ് നല്ലത്, കുരുക്കളെടുത്ത് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവര് ആ നമ്പറൊക്കെ തന്നു. അങ്ങനെ തന്നതാണല്ലോ അവിടെ. അങ്ങനെ വന്നു. ഇപ്പൊ എങ്ങനെ നിങ്ങൾക്ക് മാറ്റണ്ട? ഇപ്പം 3/4 ഭാഗം മാറ്റാണ്. പോവാനായ ഇവിടുന്ന്? പോകാൻ ബോധ്യമുണ്ട്, കുരുക്കള് പറയണമെന്ന് അങ്ങനെ പോകും. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, എനിക്ക് അത്ര വലിയ കുഴപ്പമില്ല. എന്ത് എന്നാലും വന്നതിന് 3/4 ഭാഗം എനിക്ക് മാറ്റമുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇതേപോലെ വന്നിരുന്നു ഉണ്ടല്ലേ? ഒരു കൂട്ടര് ഒന്ന് പോകാൻ നിക്കണുണ്ട്. ഇപ്പൊ നടക്കാനൊക്കെ പറ്റുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ബുദ്ധിമുട്ടുണ്ട്. ശ്വാസത്തിനൊക്കെ എനിക്കൊരു ഇങ്ങനെ തെള്ളിങ്ങാണ്ടുള്ളൊരു ശ്വാസമായിരുന്നു, അതൊക്കെ എനിക്ക് മാറി. അത് അന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത് മാറിയിരിക്കും. എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ എവിടെ സ്ഥലം? കാടാമ്പുഴ, കരയക്കാട്. കാടാമ്പുഴ. എന്തിവിടെ എന്ത് പ്രശ്നം? ഞാന് ഡിസ്ക് ജാമായിട്ട് വന്നതാണ്. പക്ഷെ ഞാൻ വന്നപ്പോ ഇങ്ങനെ ആയിരുന്നില്ല, ആംബുലൻസിലായിരുന്നു വന്നത്. നീച്ച് നടക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. ഇവിടെ വന്ന് കുഴപ്പമില്ല. ഇപ്പോൾ എനിക്ക് 10-23 ദിവസം ഞാൻ ഇവിടെ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ നീച്ച് നടന്നിട്ട് തന്നെ പോയത്. ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ആംബുലൻസിൽ തന്നെ 4 ആൾ പിടിക്കാതെ എനിക്ക് ഇറങ്ങാനോ നടക്കാനോ പറ്റൂല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഇല്ല, എനിക്ക് ആ ജസ്റ്റ് ഒരാഴ്ച ആയിട്ടുള്ളൂ. പക്ഷെ ഇതിന് മുന്നേ ഡിസ്ക് ജാമായത് കുറച്ചായി. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം അനുഭവപ്പെട്ടിട്ടില്ല ഇപ്പോ. അതായത് ഈ 1 മാസം കൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ വന്നതുകൊണ്ട് നല്ല ക്ലിയർ ആയി. ബുദ്ധിമുട്ട് ചെറുതായിട്ടുണ്ട്, അത് ഉണ്ടാവും എന്തായാലും. നടക്കണേനൊക്കെ കുഴപ്പമൊന്നുമില്ല. പേര്? എൻ്റെ പേര് സുബൈർ. സുബൈർ. എൻ്റെ സ്ഥലം തിരൂരാണ്. എന്തായിട്ട് വന്നത് അവിടെ? ഞാനിവിടെ പലതവണ വീണിട്ട് 2ാമത് എത്തിയതാണ്. തീരെ നടക്കാൻ വയ്യാണ്ട് ഡിസ്കിന് പ്രശ്നമായിട്ട് വന്നായിരുന്നു. അപ്പോൾ ഡോക്ടറെ അടുത്ത് ആദ്യം പോയിട്ട് എക്സ്റേ എടുത്തപ്പോഴത്തേക്ക് ഡിസ്കിന് പ്രയാസമൊന്നുമില്ല, ക്രാക്കൊന്നുമില്ല പറഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് എൻ്റെ ഒരു മച്ചൻ്റെ അഡ്രസ്സിലാണ് ഞാൻ ഇവിടെ വന്നത്. പിന്നെ എനിക്ക് നേരത്തെ അറിയായിരുന്നു, കുരുക്കൾ എനിക്ക് നേരത്തെ അറിയായിരുന്നു. അപ്പം ഇവിടെ വന്നപ്പോൾ പറഞ്ഞു കിടക്കേണ്ട വരും, കുറച്ച് ദിവസം പറ്റുമോ ചോദിച്ചപ്പോൾ കുഴപ്പമില്ല പറഞ്ഞു. അങ്ങനെയാണ് ഒരു ഏകദേശം 9 ദിവസമായി ഞാൻ വന്നിട്ട് ഇവിടെ. അപ്പം ആദ്യമായിട്ട് എനിക്ക് നടക്കാൻ കഴിയില്ലാണ് പ്രത്യേകിച്ച്. അപ്പം ഇവിടെ വന്നിട്ട് പിന്നെ ആ ട്രീറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് പിറ്റത്തെ ദിവസം തന്നെ 3ാമത്തെ ദിവസം തന്നെ എനിക്ക് വ്യത്യാസങ്ങൾ കണ്ടു. അപ്പോൾ ഞാൻ വളരെ വൃത്തിയായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ആ കോഴ്സ് ഇല്ല, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ആ കോഴ്സ് ഒന്ന് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കാമെന്ന് വെച്ചിട്ടായിരുന്നാണ്. അപ്പോൾ അവർ പോകുമ്പോൾ ഞാൻ നിർബന്ധിക്കുന്നില്ല പോകാനായിട്ട്. കാരണം എനിക്ക് നല്ല ഫീഡ്ബാക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സമാധാനം മനുഷ്യന് അതാണല്ലോ. ശരീരത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ അവസാനിച്ചു. അപ്പം ബാക്കിയൂടെ രാവിലെയും വൈകുന്നേരം നടക്കുന്നുണ്ട്. പിന്നെ ഇത് കോഴ്സ് അങ്ങ് തീർന്നിട്ട് പോകാൻ വെച്ചിട്ടായിരുന്നു. വളരെ ഹാപ്പിയാണ്. വളരെ ഹാപ്പി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 3ാം ദിവസം തന്നെ എനിക്ക് മാറ്റങ്ങൾ, 2ാമത്തെ ദിവസം തന്നെ എനിക്ക് മാറ്റം വളരെ വൃത്തിയായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഇപ്പം ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ പറഞ്ഞാൽ അതിൽ ബാക്കിയുള്ള കണ്ടിന്യൂ ചെയ്യണം. പിന്നെ ഇപ്പോൾ ഇനി രണ്ടാമതും കൂടി തിരിച്ചു വരണ്ടെന്നുള്ളതിലേക്ക് ഞാൻ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പം വന്നവരൊക്കെ ഞാനിവിടെ അനുഭവം കാണുന്നവരൊക്കെ ഇവിടെ വന്ന അടുത്തടുത്തുള്ള പേഴ്സൺസിനൊക്കെ ഞാൻ നേരിട്ട് മുമ്പ് കാണുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ദിവസത്തിൽ തന്നെ റിലീഫായിരുന്നു. അവരാ വന്ന കാര്യം നടക്കാൻ വയ്യാണ്ട് വന്നവരാണ് ഇപ്പം അടുത്ത റൂമിലുണ്ടായിരുന്നത്. അവർ ഓട്ടോറിക്ഷയിൽ വന്നിട്ട് അവർ ലിഫ്റ്റ് ചെയ്തിട്ട് വീൽ ചെയറിൽ കയറ്റിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ആൾ കയറ്റിയിട്ടാണ് ഇവിടെ കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് കുരുക്കൾ വന്നിട്ട് റെഡിയാക്കിയിട്ട് അവർ പിന്നെ നടക്കുന്നത് കണ്ടു ഞാൻ.
അല്ല നമുക്ക് അനുഭവം ഉണ്ട് കേട്ടോ. നമ്മള് ഹസ്ബൻഡിനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്, അങ്ങനെയാണ് ഇവിടെ പരിചയം. ആ, ശരി. ബാക്ക് പെയിൻ ആയിട്ട് വന്ന അപ്പൊ ആൾക്ക് കുഴപ്പമില്ല, ആള് പോയി തിരിച്ചു പോയി ഇവിടെ അബുദാബി വർക്ക് ചെയ്യാൻ. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ കുരുക്കൾ കേട്ടോ. അപ്പൊ ഇവിടുത്തെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാന്നുള്ളത് നമുക്ക് നേരിട്ട് തന്നെ ചോദിക്കാം. ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ഡിസ്ക് കംപ്ലൈൻറ്റ്, ഊരവേദന എന്ന് പറയും, പിന്നെ കാൽമുട്ട്, തേയ്മാനം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, കാൽമുട്ട് മടക്കാൻ പറ്റാതെ വരിക, നിർത്താൻ കഴിയാതെ വരിക, ഇങ്ങനെ വരുന്ന കേസുകളൊക്കെയാണ് കൂടുതലും. പിന്നെ ഷോൾഡർ പെയിന്, സർവിക്കൽ, കഴുത്ത് വേദന, ഇങ്ങനെയുള്ള ജോയിൻറ്റുകളിൽ ഉണ്ടാകുന്ന വേദനകൾക്കാണ് ഇവിടെ കൂടുതലും ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്തല്ലോ, അതെന്ത് ട്രീറ്റ്മെന്റ് ആയിരുന്നു? അത് കാലിൻ്റെ മുട്ടിനുള്ള ട്രീറ്റ്മെൻറ്റ്. അതാണ് നമ്മൾ പിന്നെ പച്ചില മരുന്ന് കൊണ്ടാണ് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നല്ല റിസൾട്ടാണ് ആളുകൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. 15-ാം തീയതി, അടുത്ത 15-ാം തീയതി, പിന്നെ ഡിസംബർ 15-ാം തീയതി എല്ലണക്കി മർമ്മ പച്ചില എന്ന് പറയുന്ന ഇലകളെ കൊണ്ടാണ് നമ്മൾ ക്യാമ്പ് നടത്തുന്നത്. ജോയിൻറ്റുകൾക്കൊക്കെ ഉണ്ടാകുന്ന നീർക്കെട്ട്, തേയ്മാനങ്ങൾ, ഡിസ്ക് തെന്നൽ, ഇതിനൊക്കെ ആ പച്ചില കൊണ്ട് ഉപയോഗിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ക്യാമ്പാണ് 15-ാം തീയതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ചികിത്സ നമ്മളെ ഡോക്ടർ വിശദമായിട്ട് കാര്യങ്ങൾ സംസാരിക്കും. ഞാൻ ഡോക്ടർ ഫാത്തിമ ലുബാബ്, മലബാർ ആശുപത്രിയിലെ ചീഫ് ഫിസിഷ്യനാണ്. നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് കാര്യമായിട്ട് എല്ലാ ട്രീറ്റ്മെൻറ്റും കൊടുക്കുന്നുണ്ട്. ജനറലായിട്ടുള്ള ഐറ്റം എല്ലാ അസുഖങ്ങൾക്കും ഉണ്ട്. അതിൻ്റെ കൂടെ കാര്യമായിട്ട് വരുന്ന കേസുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻറ്റ് പെയിൻസാണ് കൂടുതൽ വരുന്നത്. അതിലിപ്പോൾ നമ്മൾ പാരലിസിസ് സംഭവിച്ച സ്ട്രോക്ക് പേഷ്യൻസ്, അതുപോലെ പാർക്കിൻസൺ ഡിസീസ്, അങ്ങനത്തെ കേസുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഡിസ്കിന് കംപ്ലൈൻറ്റ് വരുന്നത്. അതൊന്നെങ്കിൽ ബൾജാവാം, അല്ലെങ്കിൽ ഡിസ്ക് പ്രൊലാപ്സ്, ഡിസ്ക് കംപ്രഷനൊക്കെയാണ് വരുന്നത്. അതിനൊക്കെ നമ്മൾ ഇവിടുന്ന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ സ്ത്രീരോഗങ്ങൾ അതിനൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ ഡിസംബർ 15-ന് ഒരു ക്യാമ്പ് വെക്കുന്നുണ്ട്. ക്യാമ്പിൽ കാര്യമായിട്ടുള്ളത് നമ്മൾ ജോയിൻറ്റ് പെയിൻസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇവിടെ മർമ്മ തെറാപ്പി ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ സ്റ്റീം ബാത്ത് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഫുൾ ബോഡി മസാജ്, ഹിജാമ എല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാമ്പിന് നമ്മൾ കൂടെ ഒരു ആയുർവേദ ഡോക്ടേഴ്സ് ഉണ്ടാവും. അങ്ങനെ ആയുർവേദ, യുനാനി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ക്യാമ്പാണ്. ഡിസംബർ 15. ക്യാമ്പിന് വരുന്നവരൊക്കെ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് എന്തായിരിക്കണം വരേണ്ടതാണ്. വരുമ്പോൾ അവരെ ഡീറ്റെയിൽസുകളൊക്കെ, അതായത് എക്സ്റേ, സ്കാനിങ്, ബ്ലഡ് ചെക്ക് ചെയ്ത റിപ്പോർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കയ്യിൽ വെച്ചിട്ട് വരിക. അപ്പോൾ പ്രത്യേകിച്ച് ഡോക്ടേഴ്സ് ഉണ്ടായതുകൊണ്ട് അവരൊക്കെ നോക്കിയിട്ട് കൈകാര്യം ചെയ്യും. അപ്പോൾ ഈ സ്ഥലം വരുന്നത് പുത്തനത്താണി അതിർമടയിലാണ് കേട്ടോ. മലബാർ ആയുഷ്ഭദ്ര വെൽനസ് സെൻ്റർ ആണ്. അപ്പോൾ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ വീഡിയോസായിട്ട് വീണ്ടും കാണാം. ബായ്.